ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം വന്നത് ഒരു പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് WCCയിലെ ഒരു അംഗമായ റിമാ കല്ലിങ്കലും അവരുടെ ഭർത്താവായ ആഷി കപൂർ നടത്തുന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കാണ്. ഇതിനിടയിൽ രേവതിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വലിയ രീതിയിൽ ചർച്ചയാകേണ്ടതാണ്. പക്ഷെ മാധ്യമങ്ങൾ അത് മുക്കിക്കളഞ്ഞു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിന്റെ തലവൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചവരാരുമല്ല. അത് കമലോ ആഷി കപൂറോ? അതാണ് ചോദ്യം. ധന്യ, യഥാർത്ഥത്തിൽ സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ രണ്ട് വിഷയങ്ങളെ ചർച്ചയായുള്ളൂ. ഒന്ന് ഇതിലെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടും അതിലെ മറ്റു പ്രശ്നങ്ങളും, മറ്റൊന്ന് ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ളതുമാണ്. ഈ രണ്ട് വിഷയങ്ങൾ മാത്രം ചർച്ചയായി. അതിലെ ഏറ്റവും ഗൗരവകരമായ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയം സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ ആ വിഷയത്തിലേക്ക് ഫോക്കസ് തിരിക്കാനോ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്തിട്ടില്ല മാധ്യമങ്ങൾ എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം തന്നെയാണ്. നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തെ പറ്റി ഇന്നും ഇന്നലെയുമല്ല കേരള സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി സ്ത്രീകളടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ലഹരി കൊടുത്തുകൊണ്ടാണ് ചില സിനിമാ സെറ്റുകളിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ നമുക്കറിയാം. ബ്രോഡാഡിയുടെ സെറ്റിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. അതുപോലും ഉള്ളപ്പോൾ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് പ്രത്യേകിച്ച് രാസലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയാവുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു സിനിമാ നടനെ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ ആരാണ് പവർ ഗ്രൂപ്പ് എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ കൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ WCC അടക്കമുള്ളവർ ചർച്ചയാക്കിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്റെ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു ചിന്തയിൽ വരുന്നത്, അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ സിനിമാ സംഘടനകളെ തകർക്കണമെന്ന ലക്ഷ്യവും ചില ആൾക്കാരെ തകർക്കണമെന്ന ലക്ഷ്യവും മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സിനിമാ സംഘടനകളെ തകർക്കാനുള്ള ഒരു മാർഗമായി ഈ WCC ഈ വിഷയങ്ങളെ ഉപയോഗിച്ചു എന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാം, WCC കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തിലേറെയായി അവർ ഇവിടെയുണ്ട്. ഈ 5 വർഷത്തിലേറെയായി വന്നിട്ടുള്ള മറ്റു പീഡനങ്ങളിലോ ഒന്നും തന്നെ ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടായിട്ടില്ല. ദിലീപുമായി ബന്ധപ്പെട്ട മാത്രം അവർ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറയുകയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ മുഴുവൻ പ്രശ്നങ്ങളെ പറ്റിയും പഠിക്കാനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ അതിലെ ചിലരോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും ചിലരെ കരുവാക്കാനുമുള്ള ഒരു ശ്രമമായി മാത്രമാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോഴില്ല. കാരണം നേരത്തെ കമലിനെതിരെ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമലിനെതിരെ ഒരു പീഡന പരാതി വന്നിരുന്നു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ അത് സംബന്ധിച്ച FIR ഇടുകയും ചെയ്തതാണ്. എന്നാൽ ആ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് ഒരു മാധ്യമത്തോട് കമൽ തന്നെ സമ്മതിച്ചത്. അതും ഒരു പോക്സോ കേസ്, അതീവ ഗൗരവമുള്ള കേസായിരുന്നു. പക്ഷേ അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ഈ കമലിനെതിരെ കമാന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല. അതിനെതിരെ വാർത്ത ചെയ്ത ശാന്തിവിള ദിനേശിനെയും അതുപോലെ തന്നെ മറ്റൊരു ചാനലിന്റെ ഐ സുനിൽ എന്ന് പറയുന്ന ഒരു ചാനലിലെ ഒരാൾക്കെതിരെ അവർ രണ്ടും കൂടി ഒരു ഇന്റർവ്യൂ എന്തോ ചെയ്തതാണ്. അത് ഇന്റർവ്യൂ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അപ്പോ ഇവിടുത്തെ സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, തമിഴിലെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള, നേരത്തെയും ഇത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുള്ള ഗായിക സുചിത്ര ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സാധാരണ ജനങ്ങൾ അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. പക്ഷെ അത് കുറെ കൂടി ഗൗരവത്തോടു കൂടി അവർ പറഞ്ഞു. അതായത് ആഷി കപൂറിന്റെയും റിമയുടെയും വീട്ടിലുമൊക്കെ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നും സിനിമയിൽ തുറക്കക്കാരായി എത്തുന്ന സ്ത്രീകളെ അടക്കം അത്തരത്തിൽ ലഹരിക്ക് അടിമകളാക്കിയിട്ടുണ്ടെന്നും മറ്റു തരത്തിൽ ശാരീരികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്റെ ഒരു കൺസെപ്റ്റിൽ ചില സിനിമാ താരങ്ങളും അതുപോലെ തന്നെ ചില സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ തന്നെ പറയേണ്ടിയിരിക്കുന്നു. മട്ടാഞ്ചേരി മാഫിയയും അതുപോലെ തന്നെ പൃഥ്വിരാജും ഒക്കെ അടങ്ങുന്ന, അതിനൊപ്പം മറ്റു ചില ആൾക്കാർ, മാധ്യമ രംഗത്തു നിന്നുള്ള ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പാണോ, അവരാണോ ഈ പവർ ഗ്രൂപ്പ് എന്ന സംശയമാണ് ഉയരുന്നത്. കാരണം പഴയ തലമുറ സിനിമാക്കാർക്കെതിരെ മാത്രമാണ് ഇതുവരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. പുതിയ തലമുറ സിനിമാ സെറ്റുകളിൽ പ്രശ്നങ്ങളില്ലേ, പലതും കോടതിയിലെത്തിയതല്ലേ. പൃഥ്വിരാജിന്റെ സിനിമാ സെറ്റിൽ നടന്ന പീഡനം, അത് അയാളെ വീണ്ടും, മൻസൂർ അലി എന്നാണ് അസോസിയേറ്റ് ഡയറക്ടർ വരെ, അയാളെ വീണ്ടും അടുത്ത സെറ്റിലേക്ക്, എമ്പുരാന്റെ സെറ്റിലേക്ക് അവിടെ വീണ്ടും അവരോധിച്ചില്ലേ പൃഥ്വിരാജ്. തീരെ നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി. ഇതിനോടൊപ്പം ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, ബ്രോഡാഡിയിൽ നടന്ന ഒരു സംഭവം, ഒരു പീഡന പരാതി, അതറിയാൻ എമ്പുരാന്റെ സെറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ?
പൃഥ്വിരാജ് അതിന്റെ സംവിധായകനാണ്. പൃഥ്വിരാജ് എമ്പുരാനിലെത്തിയപ്പോഴാണ് ഈ പീഡനം അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന എന്ത് കാര്യമാണ് ഈ പൃഥ്വിരാജ് അറിയുന്നത്? സ്വന്തം സെറ്റിൽ നടക്കുന്ന കാര്യം പോലും അറിയാത്ത ഒരാൾ പറഞ്ഞ ഏറ്റവും വലിയ കള്ളങ്ങളിൽ ഒന്നാണ് അതെന്ന് യാതൊരു സംശയവുമില്ല. കാരണം തെലങ്കാനയിൽ കേസുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ സംഭവം സിനിമാ സെറ്റിൽ കേസായപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുമ്പോൾ ആ വിഷയത്തിൽ ആ പെൺകുട്ടി കേസുമായി മുന്നോട്ട് വന്നപ്പോൾ എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് അത് അറിയാതെ പോയത്? ഏതായാലും ആ സിനിമാ സെറ്റിലേക്ക് എത്തുകയും മൊഴി എടുക്കുകയും അല്ലെങ്കിൽ സംവിധായകനെ വിളിക്കുകയും അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ആരുമാണ് അയാളെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്. ഇതിന്റെ എല്ലാം പിറകിൽ ഞാൻ പറയുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ പണി, ഇവർ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ അവസരം നിഷേധിക്കുന്ന പവർ ഗ്രൂപ്പ് എന്നതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? സിനിമയിൽ അവസരം നിഷേധിക്കുന്നത് മാത്രമല്ല പവർ ഗ്രൂപ്പ്, സിനിമയിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആ പ്രശ്നങ്ങളെ ഒരു വാർത്ത പോലും ആക്കാതെ മാധ്യമങ്ങളിലും ഒരു കേസാക്കാതെ പോലീസിലും ആഭ്യന്തര വകുപ്പിലും ഒക്കെ പിടിപാടുണ്ടെങ്കിൽ അതാണ് പവർ ഗ്രൂപ്പ്. സിനിമയിലെ പവർ ഗ്രൂപ്പ് അതല്ലേ? യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ള സംവിധാനങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിമയും ആഷിക്കും WCCയും ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ചേർന്ന ഗ്രൂപ്പാണോ? ഇന്നലെ മാതൃഭൂമി ചാനലിന്റെ വെബ്സൈറ്റിൽ ഒരു വാർത്ത വന്നിരുന്നു. ഇത് റീമയുടെ ആഷിക് അബുവിന്റെയും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അരമണിക്കൂറിനകത്ത് ആ വാർത്ത ഇല്ലാതായി. അപ്പോൾ ആരാണ് പവർ ഗ്രൂപ്പ്? ഇവിടെ പരമ്പരാഗതമായി സിനിമ ചെയ്തിരുന്ന ആ പഴയകാല സംവിധായകരെയും നടന്മാരെയും ഒക്കെ ആരോപണത്തിന്റെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കാനും അവരൊക്കെ അംഗമായ സംഘടനകൾ പൊളിക്കാനുമുള്ള പവർ ഗ്രൂപ്പായി പോലും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം. അതായത് ശ്രീല മാഡം, ഈ WCC എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണെന്ന് തോന്നുന്നില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടുന്ന അതായത് ഇവർ കുറെ പേരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടീംസിനെ അല്ലെങ്കിൽ അവരെ താറടിച്ച് കാണിക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. കാരണം രേവതിക്കെതിരെ ഒരു വലിയ ഗൗരവമായ വിഷയം ഉയർന്നു വന്നു, ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. ഇത് ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് WCC അല്ലാതെ അമ്മ സംഘടനയുള്ള ഒരു നടിയായിരുന്നു എങ്കിൽ ഇവർ ഏത് തരത്തിൽ പ്രതികരിച്ചേനെ. അത്തരത്തിൽ ഒരു വിമർശനം ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ റിമ കല്ലിങ്കലുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീല മാം ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഹേമ കമ്മിറ്റി വന്നതിന്റെ അന്ന് മുതൽ നമ്മൾ ചർച്ച തുടങ്ങിയതാണ്. ആ ദിവസം ആദ്യം പറഞ്ഞതാണ് ഇതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് സിനിമാ മേഖലയിലെ ഇത്തരം ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. ബാക്കി കഥകളൊക്കെ മാറ്റിവെക്കൂ, ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്ന് ശ്രീല മാഡം ABCയോട് ആദ്യത്തെ ടോക്കിൽ പറഞ്ഞ കാര്യമാണ്. അതിപ്പോ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ WCC ലക്ഷ്യം വെക്കുന്നത്? പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ളവർ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഇപ്പൊ പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ WCCയുടെ നിലപാട് എന്താണ്? ധന്യ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ WCCയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായപ്പോൾ ഏതാണ്ട് 62 പേർ ആണ് ഇതിൽ മൊഴി കൊടുത്തത് എന്ന് പറയുന്നു. ഈ 62 പേർ മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഇപ്പോൾ ഈ രംഗത്തുണ്ടോ? ആരാണ് മൊഴി കൊടുത്തതെന്ന് അറിയുന്നുണ്ടോ? ആർക്കാണ് പ്രശ്നം ഉണ്ടായെന്ന് അറിയുന്നുണ്ടോ? അത് ഇപ്പോൾ ഭാഗികമായി പുറത്തുവിട്ടാൽ മതി, മുഴുവനായി പുറത്തുവിടേണ്ടെന്നാണ് രേവതി അടക്കമുള്ളവർ പറയുന്നത്. കാരണം ഇത് ആരോടൊക്കെയാണ് മൊഴി എടുത്തിട്ടുള്ളത്, എന്താണ് മൊഴി വന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെറിയ ആശങ്ക അവർക്കുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ രേവതിക്കെതിരെ ഉയർന്ന ആരോപണം, ഈ ആരോപണം വരുമ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? രേവതിയെ ഒറ്റ വാക്കിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മറ്റൊരാളെയും ഒറ്റ വാക്കിൽ വിശ്വസിക്കുന്നില്ല. രേവതി എന്താണ് പറഞ്ഞത്? എനിക്ക് ഫോട്ടോ അയച്ചു തരില്ല, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്ന്. ഈ വന്ന് പറഞ്ഞ, അതായത് രഞ്ജിത്തിനെതിരെ പരാതിയുമായി വന്ന ആ പയ്യൻ വളരെ കൃത്യമായിട്ട് തന്നെ അയാൾ പറയുന്നില്ലേ? അയാൾ കൃത്യമായി രേവതി എന്ന് പറയുമ്പോൾ ഒരു അന്വേഷണം അല്ലെ, ഒരു മൊഴിയെടുപ്പെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ട് അത് ഉണ്ടാവാത്തത്? മാധ്യമങ്ങൾ, നമുക്കറിയാം, സുരേഷ് ഗോപി എതിരെവിടെങ്കിലും പോയാൽ മാധ്യമങ്ങൾ സുരേഷ് ഗോപി ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. മറ്റാരെയും ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല. അത് ഇടതുപക്ഷത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ്. ധന്യ, WCC ആദ്യം ഉണ്ടായത് തന്നെ നമുക്കറിയാം ദിലീപ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു നടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴാണ്. അന്നും ഇതുപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇത്തരത്തിലൊരു വലിയ ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവന്നത് ദിലീപിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഏതായാലും ദിലീപിന്റെ കേസ് അവസാന ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലിരിക്കുന്ന വിഷയമാണ്, ആ വിഷയത്തെ കുറിച്ച് പറയുന്നില്ല. എങ്കിൽ പോലും ആ വിഷയം ഇപ്പോഴും ലൈംലൈറ്റിൽ നിർത്താൻ ചില മാധ്യമങ്ങളും ഇവരുമൊക്കെ ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. WCC എന്ന് പറയുന്ന സംഘടനയുമായി ഉയർന്നു വരുന്ന ആരോപണങ്ങളോ
അല്ലെങ്കിൽ WCCയിലെ മെമ്പേഴ്സിനെ കുറിച്ച് വരുന്ന ആരോപണങ്ങളോ അവർക്ക് ഇഷ്ടമുള്ള സംവിധായകരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും അവർക്കില്ല. ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്ന വിഷയമുണ്ടായത് അലൻസിയറിന്റെ വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം പരാതിക്കാരി മുന്നോട്ട് വന്ന് പറഞ്ഞില്ലേ, സ്ത്രീകളെ എത്ര മോശക്കാരനായാണ് ചിത്രീകരിച്ചത്. അതിനുശേഷം ഒരു ശില്പവും വെച്ചുകൊണ്ട്, നമുക്കറിയാം അവാർഡ് ശില്പത്തിലെ സ്ത്രീയുടെ രൂപം വെച്ചുകൊണ്ട് അലൻസിയർ എത്ര വഷളത്തരമാണ് പറഞ്ഞത്. അതിനൊന്നും ഈ WCC പോലുള്ള സംഘടനകൾക്ക് പ്രശ്നമില്ല. ആകെ അവർക്ക് പ്രശ്നമുള്ളത് കുറച്ചു പേരെ, അതായത് ചില നടന്മാരെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാനുള്ള ശ്രമമല്ലേ നടക്കുന്നത്. നമുക്കറിയാം ഇവർ അമ്മ സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം ഉയർത്തിയിരുന്നു. അപ്പോ അവരെല്ലാം കൂടി ഒരുമിച്ച് രാജിവെച്ച് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് കഴിഞ്ഞ ഉടനെ നേരെ ഫോക്കസ് മാറ്റി ഫെഫ്കയിലേക്ക് എത്തിയില്ലേ. ആഷിക് അബുവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗുരുതരമായ ആരോപണം 40 ലക്ഷം രൂപയാണ് 2 സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ആഷിക് അബു കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് രാജിവെച്ച് B ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരികയായിരുന്നില്ലേ ചെയ്തത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അവരുമായി ബന്ധപ്പെടുന്ന ആൾക്കാരെ തൊട്ടാൽ അത് ഒരു രീതിയിലും അവർ അംഗീകരിക്കില്ല. അത്തരത്തിലുള്ളത് ഒരു വാർത്ത പോലും ആവില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിൽ താല്പര്യം? കേരളത്തിലെ മാധ്യമം കഴിഞ്ഞ ദിവസം മാതൃഭൂമി കൊടുത്ത വാർത്ത അടുത്ത സെക്കൻഡിൽ പിൻവലിച്ചത് എന്തുകൊണ്ടാണ്? ഇത്രയേറെ പാരമ്പര്യമുള്ള മാതൃഭൂമി പോലുള്ള ഒരു പത്രത്തെ പോലും നിലയ്ക്ക് നിർത്താൻ ഈ സിനിമയിലെ ഈ WCCക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആൾക്കാർക്കോ കഴിയുന്നുണ്ടെങ്കിൽ അവരല്ലേ യഥാർത്ഥത്തിൽ പവർ ഗ്രൂപ്പ്. കമലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഒരക്ഷരം ഇവരാരെങ്കിലും ഉരിയാടിയിട്ടുണ്ടോ? എന്നാൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വന്ന അന്നു മുതൽ, ഇപ്പോഴല്ല, അന്നു മുതൽ രഞ്ജിത്തിനെതിരെ ആക്രമണമുണ്ട്. അത് ദിലീപിനെ കാണാൻ പോയി എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് എന്നിട്ടും അവരെ ഇരയെ കൊണ്ടുവന്ന് അവിടെ വേദിയിലൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തപ്പോൾ അന്ന് ചെറിയ കയ്യടി നേടാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോഴും കൂഗിൾ തന്നെയായിരുന്നു ഫലം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ സംഘടന എന്നാണ് നമുക്ക് തോന്നുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ നമ്മുടെ വിചാരം, നമ്മുടെ ചിന്തകൾ ഈ WCC എന്ന സംഘടന ഉണ്ടായത് അത് കൃത്യമായി സ്ത്രീ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനാണെന്ന് നമ്മുടെ തോന്നലുകൾ കൊണ്ടാണ്. അത്തരത്തിലൊരു ലക്ഷ്യമാണോ അവർക്കുള്ളതെന്ന് അറിയില്ല. നമ്മുടെ ഒരു സങ്കല്പമാണത്. അത് യാഥാർത്ഥ്യമല്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ ദിലീപിന് അനുകൂലമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായ കാര്യമാണ്. ഇത് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ചില വീഡിയോയുടെ ഒക്കെ താഴെ ഇവർക്കെല്ലാം നടന്മാരും 10,000 രൂപ വെച്ച് കൊടുക്കണം, ഇവർ ഏതോ ദിലീപിന്റെ ആൾ. ഞാൻ ദിലീപിനെ ഒരു തവണയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. അത് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വരുമ്പോൾ മാത്രമാണ് ദിലീപിനെ അങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്. അല്ലാതെ ഞാൻ ദിലീപിനെ കണ്ടിട്ടുള്ള ഒരാളല്ല. എനിക്ക് ദിലീപുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ദിലീപിന്റെ സിനിമകൾ ഒരു കാലത്ത് ഞാൻ ആ ദിലീപിന്റെ സിനിമകൾ ആകെ 1-2 സിനിമകൾ മാത്രം കാണുന്ന ഒരാളാണ്. അത്ര സീരിയസ് ആയ വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തമാശ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഞാൻ അയാളുടെ സിനിമ പോലും കാണാത്ത ഒരാളാണ്. ഞാൻ പറയുന്നത് ഇന്ന് വരെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ പൊരുത്തക്കേടുകളും പൊരുത്തവും ഒക്കെ നോക്കിയിട്ട് യഥാർത്ഥമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ആരുടെയും മാധ്യമ പ്രവർത്തകരുടെയോ പവർ ഗ്രൂപ്പിന്റെയോ സിനിമയുടെയോ സിനിമാക്കാരുടെയോ ആളല്ല. ഒരു സിനിമാ താരങ്ങളുടെ കൂടെ ചിത്രം പോലും എടുക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്കറിയാത്ത സിനിമാ താരങ്ങളുടെ കൂടെ വെറുതെ ഓരഞ്ചാര് എന്ന് ഫോട്ടോ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിന്റെ ഒരു സിനിമാ സെറ്റിൽ പോയിട്ട് പോലും ആ സിനിമാ സെറ്റിൽ എന്റെ ക്യാമറമാൻ അടക്കം ഫോട്ടോ എടുത്തിട്ട് പോലും ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോയിട്ടില്ല. ഞാൻ ആരുടെ കൂടെ എങ്കിലും ഫോട്ടോ എടുക്കുന്നുള്ള എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആരെങ്കിലും ആകും. അല്ലാത്തവരോടൊപ്പം ഒരു ഫോട്ടോ പോലും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം ആരെങ്കിലും സത്യം ഉറക്കെ പറയുമ്പോൾ അതിനെതിരെ ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് കേരളത്തിലെ ജനങ്ങളുടെ. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, എന്നെ കുറിച്ച് ഒന്നും അറിയാത്തവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അതെനിക്ക് വിഷയമല്ല കേട്ടോ, പറഞ്ഞോട്ടെ. കാരണം എനിക്ക് എന്നെ അറിയാവുന്നിടത്തോളം ആര് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പറയുന്നത് സിനിമാ സംഘടനയിലെ സിനിമയുടെ പ്രശ്നങ്ങളെ, സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട സെറ്റുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, സ്ത്രീവിരുദ്ധതയുണ്ടെങ്കിൽ, അവിടെ സൗകര്യങ്ങൾ നൽകുന്നത് അപര്യാപ്തതയുണ്ടെങ്കിൽ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർക്ക് അപര്യാപ്തതയുണ്ടെങ്കിൽ, സ്ത്രീകളുടെ ക്ഷേമമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എല്ലാ വിഷയത്തിലും ഏത് സംഘടനയുടേതായാലും കാഴ്ചപ്പാടൊന്നായിരിക്കണം. ആ സ്ത്രീ വിഷയങ്ങളിലെ കാഴ്ചപ്പാടാണോ WCCക്കുള്ളത്? അതുകൊണ്ടാണ് WCC ഞാൻ ചോദ്യം ചെയ്യുന്നത്. WCCയുടെ ആകെ ഇപ്പോഴുള്ള WCC പോലുള്ള ഒരു സംഘടന ഉണ്ടായി ഇപ്പോൾ ചില വിഷയങ്ങളെങ്കിലും ചർച്ചയാകുന്നതുകൊണ്ടുള്ള ആകെയുള്ള ഒരു ഗുണം, ഇനിയുള്ള നടിമാർക്കെങ്കിലും ചിലപ്പോ ചെല്ലുമ്പോ ശരീരം ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകും, അല്ലെങ്കിൽ ചോദിക്കാൻ ഭയക്കും എന്നുള്ളത് തന്നെയാണ്. അവിടെയും മറ്റു പ്രശ്നങ്ങളൊന്നും പരിഹാരമാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ, സിനിമാ സെറ്റിൽ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. എങ്ങനെ അവസരം കൊടുക്കാൻ പറ്റും? ഒരു സംവിധായകനോ ഒരു തിരക്കഥാകൃത്തിന്റെ ഒക്കെ ക്രിയേറ്റിവിറ്റിയാണ് എത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വേണമെന്ന്. അതിന് ആപ്റ്റായ ആളെ അവർ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡത്തിൽ എന്ത് ഇളവ് വരുത്താൻ കഴിയും? നമുക്ക് എങ്ങനെയാണ് അത് ചോദ്യം ചെയ്യാൻ കഴിയുക? ഈ പത്രപ്രവർത്തകരുടെ കാര്യം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ WCCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം,
WCCയുടെ ഭാഗമായി നിൽക്കുന്ന 2 സ്ത്രീകൾ ഇപ്പോൾ 2 നടിമാർ ഇപ്പോൾ ആരോപണ വിധേയരാണ്. ആ 2 നടിമാരെ കുറിച്ച് ഒരു അന്വേഷണവുമില്ല. ഇനി അതിന്റെ പിറകിൽ നിൽക്കുന്ന ബിഹൈൻഡ് ദ കർട്ടനിൽ കളിക്കുന്ന മറ്റ് 2 പേർ, ഒന്ന് പൃഥ്വിരാജും അതുപോലെ തന്നെ ആഷിക്കവും. പൃഥ്വിരാജിനോട് ആരും ചോദ്യം ചോദിക്കാൻ പോലും പേടിക്കുന്നുണ്ട്. കാരണം പൃഥ്വിരാജിനോട് ചോദിക്കുന്നില്ല നിങ്ങളുടെ സെറ്റിൽ നടന്ന പീഡനം നിങ്ങൾ അടുത്ത സിനിമയുടെ സെറ്റ്, അതായത് 1-1.5 വർഷം അടുത്ത സിനിമയുടെ കാലഘട്ടം വരെ, ആ സമയം വരെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ എന്ന ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഇവരൊക്കെ മാന്യരുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടും ഒന്നും മറ്റുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവരൊക്കെ രംഗത്ത് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ കൃത്യമായി തന്നെ WCC പോലുള്ള സംഘടനകൾക്കും ചില മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ഇതിൽ വ്യക്തമായ താല്പര്യങ്ങളുണ്ട്. ചിലർക്ക് അവരുടെ ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റു താല്പര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളവരുടെ കൂടെ കൂടി നടത്തുന്നതിന്റെ ഒരു രസമായിരിക്കും, ആ ഒരു സന്തോഷമായിരിക്കും അതിലുണ്ടാവുക. പക്ഷേ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിഞ്ഞതുകൊണ്ടാവില്ലേ മഞ്ജു വാര്യർ തുടക്കത്തിൽ തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങൽ നടത്തിയത്? ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാനുള്ള സാധ്യതയില്ല. കാരണം മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മഞ്ജു വാര്യരെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി തന്നെ പറഞ്ഞത്, ചിലപ്പോൾ ഒരു പക്ഷേ അവർ പീഡനത്തിന് ഇരയായിട്ടുണ്ടാവില്ല. പീഡനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സറിവില്ലാതെയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ കരുവാക്കുന്നതിനാണ് പീഡനം എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സ് കൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് പീഡനം എന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ അവരത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവില്ല. ഇനിയും അടുത്തത്, അവർക്ക് അവസരങ്ങൾ കിട്ടുന്നുമുണ്ട്. അവർ നടിയാണ്, മികച്ച നടിയാണ്. പിന്നെ വളരെ 2ാമത്തെ ഘട്ടത്തിൽ അവർ വരുമ്പോൾ വളരെ പ്രസന്റബിൾ ആയി, ആൾക്കാരെ ആരെയും വെറുപ്പിക്കാതെ, മോഹൻലാലിന്റെ ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ, അതേപോലെ ഒരു ഡിപ്ലോമസിയോട് കൂടി മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇവരുടെ രീതികളുമായി പൊരുത്തപ്പെടാത്തവരൊന്നും പറഞ്ഞിട്ടില്ല പുറത്ത്. നമുക്കറിയാം, ഇവര് സിനിമയെ ഉദ്ധരിക്കാൻ ഇറങ്ങിയ സ്ത്രീകളെല്ലാം ചേർന്ന് ഒരു വനിതാ സിനിമാ സംവിധായക അവർ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്ത്രീപക്ഷമാണ് ഇവർ പറയുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇവരുടെ ബാത്റൂമിൽ കയറാൻ, ഇവരുടെ കാരവാനിലെ ബാത്റൂമിലേക്ക് കയറാൻ, ഇവർ ശുചിമുറിയിലേക്ക് പോകാനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സ്ത്രീപക്ഷമാണ് ധന്യ ഇവർ പറയുന്നത്? ആ സ്ത്രീപക്ഷത്തെ ഞാൻ എതിർക്കുകയാണ്. സ്ത്രീയുടെ പക്ഷമാണെങ്കിൽ ആ വിഷയത്തിൽ തെറ്റും ശരിയും മനസ്സിലാക്കി ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് ആ പക്ഷത്ത് നിൽക്കണ്ടേ? ഇവിടെ സ്ത്രീകളൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം പ്രശ്നമുണ്ടായാൽ മാത്രം പ്രതികരിക്കുകയും മറ്റുള്ള സ്ത്രീകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ പ്രതികരിക്കും. ഇപ്പൊ തന്നെ ആരാണ് വന്നിട്ടുള്ളത് പരാതിക്കാർ? 2-3 ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പരാതിയുമായി വന്നിട്ടുള്ളത്. സിനിമാ മേഖലയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കും. പിന്നെ വന്നിട്ടുള്ളത് ആരാണ്? ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ പോയിട്ടുള്ള നടിമാരാണ്. ആ നടിമാരൊക്കെ ഇപ്പൊ വന്ന് പറയുമ്പോ എന്താണ് അതിന്റെ പിന്നിലെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ചില നടിമാർ 10-28 പേരുടെ പേര് പറയുന്നു എന്ന് പറയുന്നു, അതിൽ 1-2 പേരുടെ പേര് പറയുന്നു, മരിച്ചുപോയവരുടെ പേര് പറയുന്നു, ജീവിച്ചിരിക്കുന്നവരുടെ പേര് പറയുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ തോന്നൽ എന്താണ് ഉണ്ടാകുന്നത്? ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് പ്രതികരിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഇത് വന്ന് പറയുമ്പോൾ ഇത് തെളിയിക്കാനോ അല്ലെങ്കിൽ ഇത് നടന്നതാണോ എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. ഇനി അവർക്ക് അവസരങ്ങളൊന്നുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ ആയിട്ട് വന്ന എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, അതിന്റെ പിറകിൽ എന്തെങ്കിലും നേടാനുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ വലിയ പ്രശ്നമുണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ, ഈ നടിമാരൊക്കെ ഈ WCCയിലെ നടിമാരൊക്കെ അവർക്കുണ്ടായ കാര്യങ്ങൾ പോലും അവർ തുറന്നു പറയുന്നില്ലല്ലോ. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഇരട്ടത്താപ്പുണ്ട്. WCC പോലുള്ള സംഘടനകൾക്ക് അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ നേതാവിന്, അവരുടെ ആദ്യം മുതൽ സ്ഥാപക നേതാവായിരിക്കുന്ന അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മിണ്ടുന്നില്ല. അവർക്കെതിരെ ഉയരുമ്പോൾ അവർക്ക് കൃത്യമായി പ്രതിരോധിക്കാനും ഏത് രീതിയിൽ വാർത്തകൾ വരുത്താതിരിക്കാനും അറിയുന്നുണ്ടെങ്കിൽ സിനിമയിലെ പവർ ഗ്രൂപ്പ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അതിനപ്പുറം മോഹൻലാലിനെയൊക്കെ കീറി മുറിച്ച് പത്രപ്രവർത്തകർ ചോദ്യം ചെയ്യുന്ന കണ്ടു. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വളരെ കൃത്യമായി തന്നെ ഇതിൽ ഒന്നും അറിയാത്ത സുരേഷ് ഗോപി, 27 വർഷമായ സംഘടനയുടെ ഭാഗം പോലും അല്ലാത്ത സുരേഷ് ഗോപിയോട് കാണിച്ച അക്രമം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകളുടെ പ്രശ്നം വരുമ്പോ ഒരു പ്രശ്നവുമില്ല, ചോദ്യമില്ല, പറച്ചിലുമില്ല, ഒരു ഫോൺ കോളുമില്ല, ഒന്നുമില്ല. നേരെ പറഞ്ഞ് ശരിയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്, അമ്മയിലെ ഏതെങ്കിലും ഒരു നടിയായിരുന്നെങ്കിൽ ഇതായിരുന്നു അവസ്ഥ. സത്യമല്ലേ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്? ഭാഗ്യലക്ഷ്മിയോട് ഞാൻ എല്ലാ കാര്യത്തിലും യോജിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ശരിയുണ്ട്. അപ്പോ അങ്ങനത്തെ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യണ്ടേ? അപ്പോ ഇവരുടെ ഈ സ്ത്രീപക്ഷം ഇരട്ടത്താപ്പ് മാത്രമാണ്
ഇവർക്ക് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടന മാത്രമായി ഈ സംഘടന അധപ്പതിച്ചു പോകരുത്. അതിനുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട്, വ്യക്തിവൈരാഗ്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സിനിമാ സംഘടനകളെ അല്ലെങ്കിൽ സിനിമയിലെ പ്രശ്നങ്ങളെ അത് അഡ്രസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ഒരു സംഘടനയായി WCCക്ക് മാറാൻ കഴിയണം, പ്രവർത്തിക്കാൻ കഴിയണം. തീർച്ചയായിട്ടും. വളരെ നന്ദി മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.